ഇന്നുണ്ടാ ഫോണിലുള്ള അതൊന്നും അറിയില്ല. നമ്മൾ ബാക്കോട്ടേക്ക് കൊടുക്കും. ഇപ്പം കാണണണ്ടാ. ആ കുറച്ചും കൂടെ ദൂരത്ത് നിന്ന് എടുക്കാനെല്ലാം തോന്നുന്നുണ്ട് എനിക്ക്. അടിപൊളി കാറ്, ഫാന്റാസ്റ്റിക് മോളെ. ആ പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ എന്നെ തന്നെ ഫോക്കസ് ചെയ്യണ്ട, ഞാൻ പുറത്തുനിന്നാണ് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ കുറച്ച് ബാക്കോട്ട് ഉണ്ട്, എന്നാലും എനിക്ക് കാണുന്നില്ല. എന്നെ കാണണ്ട വീഡിയോ അല്ലേ ഇങ്ങോട്ട് എന്നെ കാണുന്നുണ്ടോ? കുറച്ച് മുഖം. ആ പുളി കാണുന്നില്ല, അന്നേരം പുളി കാണൂല. നിന്നെ കാണുമ്പോൾ പുളി കാണൂല. ഞാൻ വെക്കുന്ന മാത്രം കണ്ടതിന് ശേഷം ഫോക്കസ് ചെയ്താൽ എന്താ ഞാൻ വർത്താനം പറയുമ്പോൾ എടുക്കണ്ട. ഞാൻ ഇത് ബ്ലൂപ്പേഴ്സിലിടുവേ. കുടിച്ചോ എടുക്കുന്നുണ്ടോ? ആ ഇനി പുളി എടുക്കും. ആ ഇത്രയും നന്ദിയല്ലേ എടുത്തേ? നിന്നെ എടുത്തിന് കുട്ടി, നിന്നെ എടുത്തിട്ടേ പുളീനി എടുക്കുന്നു മണ്ടത്തി. ആ പച്ചപ്പുളിയാ പൊത്തയില്ലേ? ഒന്നും കൂടി ഉണ്ടല്ലോ. ആ പുളി നോക്കാൻ പോയി. അപ്പം നമുക്ക് പുളി 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഇത്ര മതി, കാരണം അപ്പോഴേക്ക് തന്നെ പല്ല് പുളിച്ച് കിട്ടും. എന്തായാലും ഇത് പച്ച അത്രേ പഴുത്തിട്ടൊന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ളൊരു തരം അങ്ങനത്തെ ഒരു ടൈപ്പ് പുളിയാണ്. നല്ല ഇറച്ചിയുള്ള പുളിയാണ്. പിടി കൊട്ടുന്നല്ലേ? ആ സാരല്ല. ഇതിപ്പോൾ ക്ലിയർ ആകുന്നുണ്ടോ? ഇതാ ഉപ്പും മുളകും മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള മറ്റു പറയാൻ കിട്ടുന്നില്ല. പുളി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്തായാലും നിലത്ത് വീണതല്ല, അതുകൊണ്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ദൈവമേ, അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഡീസൻ്റ് ആവാനാവുന്നില്ല. നമുക്ക് പാല് വെള്ളം വരില്ല. ഭയങ്കര പുളിയാ. അത് പഴുത്തിട്ടാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പം പച്ച എത്ര ഇന്ന് രാത്രി വേറെ മീനും ചോറും തിന്നും എനിക്ക് തോന്നുന്നില്ല. ആ മാംസം മാത്രമാണ് ഞാൻ കഴിക്കാറ്. ഇത് മുഴുവനായിട്ട് തന്നിട്ടുണ്ട്, പണി കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കഴിക്കുന്നുള്ളൂ. മതിയാക്കി. പല്ല് നന്നായിട്ട് പൊളിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ല കൊതിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലത്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ജ്യൂസ് അടിച്ച് കിട്ടിയാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. പല്ലുകൊണ്ട് കടിച്ചിട്ടാവുന്നില്ല, അല്ലാതെ പല്ല് പൊളിക്കുന്നുണ്ട്. സാധാരണ ഇത് കഴിക്കാൻ വിടാറില്ല, കാരണം എനിക്ക് വയറ് പുകച്ചിലുണ്ടാവാറുണ്ട്. അതുകൊണ്ട് കഴിക്കാൻ വിടാറില്ല. ഇതിപ്പോൾ വീഡിയോ എടുക്കേണ്ട സമയമായതുകൊണ്ട് മാത്രമാണ് ഇത് കഴിക്കാൻ വിട്ടത്, അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ വിടാറില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാണാതെ കട്ട് തിന്നാറുണ്ട് ചെറുതിലെല്ലാം. മരത്തിൻ്റെ കീഴിലൊക്കെ പോയാൽ പഴുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ കിട്ടും. എന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരിയൊന്നുമില്ല ഇവിടെ, കുറച്ചേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ. ഒത്തിരി പുളിയും നല്ലൊരു മധുരം ഉണ്ടാവാറുണ്ട് കേട്ടോ. അടുത്ത സ്ലോ മോഷയിൽ ഞാൻ തന്നെ ആക്കുന്നുണ്ട്. ഓ എന്നെ കാണുന്നുണ്ടോ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പണ്ടെല്ലാം ആണെങ്കിൽ നല്ല രസമായിരുന്നു, കാണാണ്ടായാലും കട്ട് തിന്നലായിരുന്നാലും നല്ല രസമായിരുന്നു. ഇപ്പം പിന്നെ ആരല്ലേ ഇതിനെല്ലാം ടൈം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.
പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിലൊക്കെ വന്നാൽ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.